ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ തംബ്ലയും കണ്ടതുപോലെ നമ്മൾ കൃപാസനത്തിലോട്ട് പോവുകയാണേ. അപ്പോൾ അതിനു മുമ്പുള്ള മുന്നൊരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അതൊക്കെ വിശേഷങ്ങളൊക്കെ വഴിയേ പറയാം. അപ്പോൾ നമ്മുടെ കുട്ടന്മാരുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വാ. തൊട്ടപ്പുറത്ത് ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കി. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ തുടർന്നങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഈ നല്ല വെയിൽ, സൂര്യൻ മണ്ടമേ ഉദിച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നമ്മുടെ ഡാവിക്കുട്ടനെ കൊണ്ടുപോകാൻ പറ്റാത്തത് കാരണം അവൻ്റെ ലഗേജും പാലും കവറൊക്കെ എടുത്തിട്ട് അതായത് അമ്മാമ്മയുടെ അങ്ങ് ആക്കിയിട്ട് തിരിച്ച് നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായിനെ ആയിട്ടാണ് കേട്ടോ നമ്മളിത് ഈ കൃപാസനത്തിലോട്ട് പോകുന്നത് കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഈ വീഡിയോ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്ത് എനിക്ക് ഇടാൻ പറ്റിയതേ. നമ്മൾ ജോക്കുട്ടൻ ചേട്ടായിനെ മാത്രം കൊണ്ടുപോകുന്ന എന്താണെന്ന് വിചാരിക്കും കേട്ടോ. അമ്മാതിരി വെയിലത്ത് നമ്മൾ ബൈക്കിനാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുട്ടനെയും കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് വരുന്ന നേരമൊക്കെ ആകുമ്പോൾ അതുപോലെ നമുക്ക് ഇരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ 3 പേരും തന്നെ ഈ ബുള്ളറ്റിൽ പോകുന്നത് കൺജസ്റ്റഡ് ആയിട്ടാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് അങ്ങ് പോയിട്ട് വരാമെന്നൊക്കെ ഓർത്തിട്ട് നമ്മൾ ഇറങ്ങിയതാണേ. അപ്പോൾ നമ്മൾ ചെല്ലാനം വഴി, ഹൈവേ അല്ല കേട്ടോ, ചെല്ലാനം വഴിയാണ് പോകുന്നത്. നമ്മളൊരു സൺഡേ നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ അത്യാവശ്യം ഇച്ചിരി അങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും ഡാഡി ഒന്ന് സ്പീഡ് കൂട്ടി തുടങ്ങുമ്പോൾ അമ്മയും ഞാനും കൂടി, അതായത് ജോക്കും ഞാനും കൂടി അവിടെ ഇരുന്ന് ബാക്കിൽ ഇരുന്ന് പറയും കേട്ടോ, സ്പീഡ് കുറക്കി. അപ്പോൾ ഇടയ്ക്ക് ഇരുന്ന് മാക്സിമം നമ്മൾ പോകുന്ന വഴിയുള്ള കാഴ്ചകളും കാര്യങ്ങളും ഞാൻ തന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതും പിന്നെ ജോക്കുട്ടൻ ചേട്ടായിയുടെ എക്സ്പ്രഷൻ അതൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നമ്മുടെ കണ്ണമാലി പള്ളിയാണ് കേട്ടോ. നമ്മൾ നേർച്ചയൊക്കെ ഔസേപ്പിതാവിൻ്റെ മാർച്ച് 19 നല്ല ഗ്രാൻഡായിട്ടൊക്കെ ഒരു അത്ഭുതമൊക്കെ നടക്കില്ല. ആ പള്ളിയൊക്കെ കണ്ടിട്ട് ഞങ്ങളിങ്ങനെ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ഞങ്ങളിങ്ങനെ അടിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് ഡാഡിനൊന്ന് തോണ്ടും സ്പീഡൊന്ന് കൂടുമ്പോഴേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകുന്നതാണേ. അപ്പോൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല വ്യൂ ആണ് കേട്ടോ. പക്ഷേ വെയിലായതുകൊണ്ട് നമുക്ക് ആസ്വദിക്കാനും പറ്റും. പിന്നെ വലിയ ചൂടറിഞ്ഞില്ല നമ്മൾ 2 വീലറിലായിരുന്നതുകൊണ്ട് കേട്ടോ. നമ്മൾ ഓട്ടോറിക്ഷയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു നേരം പിടിക്കും. തിരിച്ച് പോകുന്നതും എടുപ്പമൊക്കെ പണിയായിരിക്കും കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ചങ്ങോട്ട് ദൂരം മാറിയപ്പോഴേക്കും ഈ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ഞാൻ അങ്ങോട്ട് ഇട്ടു കേട്ടോ. കാരണം ഡാഡിയുടെ സ്പീഡ് കൂടുന്നതനുസരിച്ച് എനിക്ക് പേടിയായതുകൊണ്ട് എനിക്ക് സ്പീഡ് അറിയാതിരിക്കാൻ വേണ്ടി ഞാൻ ഗ്ലാസ് ഇട്ടു. പക്ഷേ ജോക്കുട്ടൻ ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൈറം മുഴക്കി ഇരിപ്പുണ്ടായിരുന്നു, ഡാഡി പയ്യപ്പോ എന്ന്. ഡാഡി എളുപ്പം നോക്കി പോയതാണേ. തിരക്കില്ലാതെ നമുക്കങ്ങ് കാലിക്കങ്ങ് വണ്ടി അങ്ങ് ഓടിച്ചു പോകാമെന്നും പറഞ്ഞ് നമ്മൾ ബീച്ച് റോഡ് വഴിയാണ് പോയത് കേട്ടോ. പക്ഷെ വളരെ മോശമാണ് അങ്ങോട്ടൊക്കെ ചെയ്യുമ്പോൾ. റോഡൊക്കെ അങ്ങ് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് പന്നമാണ്. അതേപോലെ തന്നെ ഇങ്ങനെ വളവും തിരിവും ഒക്കെ വരുമ്പോൾ പണിയാണ്. അപ്പം ഞാൻ ഡാഡി അടുത്ത് പറയായിരുന്നു, ഇതിലും നല്ലത് നമുക്ക് ഹൈവേ മെയിൻ റോഡ് വഴി പോയിരുന്നെങ്കിൽ ഇത്രയും പാടുണ്ടായില്ല എന്ന്. കാരണം കുഞ്ഞു റോഡിൽ കൂടി ഞങ്ങൾക്കതാണ്. പക്ഷേ ഓടിക്കുന്ന ആളുടെ ഇത് വേണ്ടേ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ 3 പേരും കൂടി ഇങ്ങനെ ബുള്ളറ്റിൽ ഇരിക്കുമ്പോൾ ഒരു ഇച്ചിരി ഞെരുക്കമുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് അത്ര വലിയ ആസ്വാദനകരമായില്ല. അപ്പോൾ ഞാനും നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് പറയും ചൂടായതുകൊണ്ട് വേഗം പോടാടി. പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ നേരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്ധകാരൻ അഴിയൊക്കെ എത്തിയപ്പോഴേക്കും ഡാഡി എടുത്ത് പറഞ്ഞു കേട്ടോ, ഞങ്ങളൊന്ന് നിർത്തി തുടങ്ങുക എന്നുള്ള പാട്ട് തുടങ്ങി കേട്ടോ. പള്ളിയുടെ അകത്ത് കൃപാസനത്തിൽ കയറി കഴിയുമ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ ഓർത്താണ്. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒരു ഷോർട്സ് കാണിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ ലോങ് വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പോൾ വലിയ പ്രതീക്ഷയൊന്നും എനിക്കില്ല. കാരണം നമ്മൾ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ വീഡിയോസിന് പ്രാധാന്യം കൊടുക്കണ്ടല്ലോ. പിന്നെ നമുക്ക് പോകുന്നൊരു പോക്കെന്നുള്ള രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് അന്ധകാരൻ അഴിയെത്തിയപ്പോഴേക്കും നമ്മൾ മൊത്തത്തിൽ ടയേർഡായി കേട്ടോ. അപ്പോൾ ഇവിടെ ജോക്കുട്ടൻ ചേട്ടായി വണ്ടി നിർത്തി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അവൻ അപ്പാപ്പനും അമ്മായിമാരൊക്കെ ആയിട്ട് കൃപാസനത്തിൽ വന്നപ്പോൾ ഇവിടെ ഈ ബീച്ചിൽ ഇറങ്ങിയായിരുന്നു, കളിച്ചായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പം നമുക്ക് ഈ വെയിലത്ത് നട്ടുവെച്ച് നല്ല വെയിലായിരുന്നു കേട്ടോ. ഈ ബൈക്കിലും കൂടി ആയതുകൊണ്ട് എനിക്ക് രക്ഷപ്പെട്ടു. കാരണം എനിക്ക് ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് വലുതായിട്ട് അറിഞ്ഞില്ല. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി വെയിലത്തിരുന്ന് തൊപ്പി ഉണ്ടായിരുന്നെങ്കിൽ നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പം നമ്മളൊരു സർബത്തൊക്കെ കുടിച്ച് നാരങ്ങയുള്ളൂ ആ സർബത്ത് അങ്ങനെ എന്തൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പോകുന്നത് കേട്ടോ. അപ്പോൾ അടുത്തത് വീണ്ടും അപ്പം ഞങ്ങളിവിടെ പറയുകയാണ്, ഇരുന്ന് മൂട് കഴിച്ചുകൂടാടി എന്ന് പറഞ്ഞു കേട്ടോ. കാരണം നമ്മളിങ്ങനെ അത്രയും ഒരു സ്പേസിൽ നമ്മൾ 3 പേരും കൂടി ഇരിക്കുമ്പോൾ തിങ്ങി പോവും കേട്ടോ. പിന്നെ വണ്ടിക്കകത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണിക്കാനൊക്കെ ഉള്ളതെന്ന് ഓർത്ത് ഞാൻ അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേ ക്രോസ് നമ്മുടെ ചേർത്തിലെത്തിയപ്പോഴേക്കും വന്നപ്പോഴേക്കും ഡാഡി അമ്മയടുത്തും മോനും പറഞ്ഞു, ഒന്ന് വേണമെങ്കിൽ ഇറങ്ങി നിന്നോ ഒരു ആശ്വാസത്തിനൊന്ന് കേട്ടോ. പിന്നെ അത് ഞങ്ങൾക്ക് 2 പേർക്കും മടിയായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങാനൊന്നും പോയില്ല. പിന്നെ ഞാൻ നേരെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഓർത്തത്, കൃപാസനം എത്തിയിട്ട് കാണിക്കാമെന്ന് ഓർത്തു കേട്ടോ. ഇപ്പോൾ എന്നെ പോലെ തന്നെ വീഡിയോ കാണുമ്പോഴേക്കും പിന്നെയും ചേഞ്ചസ് വന്നിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഇപ്പുറത്തേക്ക് പാർക്കിംഗ് സൗകര്യം കിട്ടിയിട്ടുണ്ട്. റോഡ് വീണ്ടും ഒന്ന് നീടലിനെ വികസിച്ചത് കാരണം കേട്ടോ. അപ്പോൾ സ്ഥലവും കാര്യം, അപ്പോൾ ആ വാതിക്കയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ മാറി അകത്തേക്ക് നല്ല തിരക്കായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ അതിൻ്റെ ഇടയിലോട്ടൊന്ന് വീഡിയോ കുത്തി കയറ്റിയിട്ടുണ്ടല്ലോ എന്ന് ഓർത്ത്
ഞാൻ കുറച്ച് ഷോർട്സിലേക്കുള്ളത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അപ്പോൾ ദേ എൻ്റെ മുടങ്ങിക്കിടക്കുന്ന നമ്മുടെ ഉടമ്പടി പുതുക്കുകയും വേണം. അതേപോലെ തന്നെ ഈ കൃപാസനം എന്ന് പറയുന്നത് എനിക്ക് നമ്മുടെ പപ്പയുള്ളത് കൊണ്ടിട്ട് നമ്മൾ ഫാമിലി ആയിട്ട് ധ്യാനമൊക്കെ 2008 2009 ആ സമയം തുടങ്ങി. ഈ കൃപാസനം തുടങ്ങിയ ടൈമിലേ നമ്മളുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തപസ് ധ്യാനം വരെ കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഉടമ്പടി എടുത്തിട്ട് എനിക്കിങ്ങനെ വരാനോ മുടക്കമാണ്, എനിക്ക് ചൊല്ലാൻ പറ്റുന്നില്ല കേട്ടോ, എന്തൊക്കെയോ ആണ്. അപ്പോൾ ഇവിടെ ഉടമ്പടി എടുക്കുന്ന ആളുകളൊക്കെ ഇങ്ങനെ ക്യൂ ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രാർത്ഥനയുടെ ഇടയിൽ ആവശ്യം അങ്ങനെ വലുതായിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, വെഞ്ചരിക്കുന്ന തിരിയും പിന്നെ നമ്മൾ മാതാവിൻ്റെ രൂപമൊക്കെ വാങ്ങിച്ചു, കൃപാസന അമ്മയുടെ രൂപമൊക്കെ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഞാനൊന്ന് തിരി വാങ്ങിക്കാൻ വേണ്ടി ആ കോർണറിലേക്കൊന്ന് കുമ്പിട്ടപ്പോഴേക്കും തല ഇടിച്ചുകൊണ്ട് അതാണ് കേട്ടോ തടവിയത്. അങ്ങനെ കുറേ നേരം അവിടെ നിന്നു, നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുന്നതാണേ കണ്ടത്. വലിയ വിശേഷങ്ങളും കാര്യങ്ങളും അതിൻ്റെ അകത്തോട്ടൊന്നും പോയി എടുക്കുകയൊന്നും നമുക്ക് അതിനുള്ളൊരു മാനസികാവസ്ഥയും സാഹചര്യങ്ങളും അല്ലല്ലോ. അപ്പോൾ നമ്മളങ്ങനെ ഇവിടെ പോയി എന്നുള്ളത് ഞാനങ്ങനെ കാണിച്ച് വീഡിയോക്കകത്ത് നമ്മളങ്ങനെ ഒരു യാത്ര പോയപ്പോൾ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ കൃപാസനം എൻ്റെ ഇങ്ങനെ വീഡിയോയിലൂടെ കാണാൻ പറ്റുന്നവർ അങ്ങനെയെങ്കിലും മാതാവിനെ കാണട്ടെ എന്ന് ഓർത്തു കേട്ടോ. പോയി കാണുന്നതും നല്ലതാണ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു എന്ന് മാത്രമാണേ. അങ്ങനെ നമ്മൾ തിരിയൊക്കെ വാങ്ങിച്ചു, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളങ്ങനെ ഇറങ്ങി കേട്ടോ. ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഈ ലോട്ടറിക്കാരും പപ്പടമൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഒരു സെറ്റ് പപ്പടവും ലോട്ടറിയൊക്കെ എടുത്തിട്ടുണ്ട്. ലോട്ടറി എടുത്തൊന്നും ഓർമ്മയില്ല കേട്ടോ. സെറ്റൊക്കെ വാങ്ങിച്ചപ്പോൾ അടുത്ത പപ്പടം വാങ്ങിക്കാൻ വേണ്ടി ആളുകൾ വന്നു കേട്ടോ. ഇപ്പുറത്തേക്ക് ഇങ്ങനെ റോഡ് വന്നേക്കുന്ന കാരണം നമുക്ക് ക്രോസിങ് നല്ല ആ റോഡിലെ തിരക്കങ്ങ് മാറി കിട്ടിയതായിട്ട് എനിക്ക് പേഴ്സണലി തോന്നി കേട്ടോ. പിന്നെ അപ്പനും മോനും കൂടി ഇപ്പുറത്തേട്ട് ഇറങ്ങിയപ്പോഴേക്കും അവിടെ നിന്ന് എന്തോ മോതിരവും മാതാവിൻ്റെ മോതിരം. അപ്പോൾ ഞാൻ പറയുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് വാങ്ങിക്കേണ്ട നമുക്ക് പോരാന്ന് പറഞ്ഞപ്പം ഡാഡി പറയാം അവിടെ ആളുകളല്ലേടി കച്ചവടത്തിനിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പനും മോനും എന്തൊക്കെയോ പെറുക്കി എടുക്കുന്നുണ്ടായിരുന്നേ. നല്ല വെയിലായതുകൊണ്ട് ഞാൻ തലേന്ന് തുണി മാറ്റിയില്ല കേട്ടോ. തലയിൽ ഷോളിട്ടുണ്ട് തന്നെ ഇങ്ങ് പോകുന്നു കേട്ടോ. പിന്നെ ഈ വണ്ടിക്കകത്ത് ഇരിക്കുന്ന പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് നമ്മൾ വീട്ടിലെത്തിയിട്ടൊക്കെ കാണിക്കാമെന്നൊക്കെ വിചാരിക്കുന്നുണ്ടേ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ചെറുക്കേപ്പള്ളിയിൽ ഇന്ന് ദമ്പതികളുടെ എന്തോ കുർബാനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം രാവിലെ നമ്മൾ മാസിന് പോയിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഓടിയിട്ട് എത്തിയിട്ട് വേണം നമുക്കിനി പള്ളിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഉച്ചയ്ക്കത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇറങ്ങിയതാണ്. ഉച്ചയ്ക്ക് നമ്മൾ സ്കിപ്പാക്കി കേട്ടോ, കഴിക്കാനൊന്നും നിന്നില്ല. ഈ വീട്ടിൽ പോകുന്ന വഴി വിശന്ന് കുരുങ്ങിയത് കാരണം നമ്മൾ പോയ കാര്യങ്ങളെല്ലാം ഭംഗിയായി മാതാവിനെയും കണ്ട് നമ്മൾ രൂപമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഡാഡി പ്രാവശ്യം രൂപമൊക്കെ വാങ്ങിച്ചു, അത് വീട്ടിൽ വന്നിട്ട് കാണിക്കാം. നമ്മുടെ ജോക്കുട്ടൻ ചേട്ടായി ഇടയ്ക്കായപ്പോഴൊന്നും ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ ഈ കുഞ്ഞ് ഉറങ്ങിപ്പോകുമ്പം ഒന്നെങ്കിൽ ഡാഡിയുടെ മേത്തേക്ക് ചാരും, അല്ലെങ്കിൽ എനിക്ക് ഒന്ന് ഇതാകും കേട്ടോ. ഞങ്ങളൊന്ന് പ്രഷറായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ എത്തി. ഞങ്ങളൊന്ന് ഇച്ചിരി വെള്ളം കുടിച്ചോളാൻ വേണ്ടി ദാഹിച്ച് വന്നായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ പള്ളുരുത്തി എത്തിയപ്പോഴാണ് അവിടുന്ന് വണ്ടി നിർത്തിയ ഡാഡി പിന്നെ പള്ളുരുത്തിയിലാണ് ചവിട്ടിയത്. ആലപ്പുഴയ്ക്ക് പോയതാണ്. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് വെള്ളം വാങ്ങിച്ച് തന്നത് കേട്ടോ. നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ വെള്ളം വാങ്ങിച്ച് വന്നു. ഞങ്ങൾ 3 പേരും കളർഫുള്ളായിട്ട് തന്നെ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ഡാഡി ലൈമായിരുന്നു, ഞാൻ വാട്ടർമെലനാണ്, അവക്കാടയും വാങ്ങിച്ച് കുടിച്ചു. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും ഒരാൾ നല്ല കളിയിലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഏൽപ്പിച്ചോട്ട് പോയപ്പം അമ്മാമ്മയായിട്ട് ഫുൾ ഓൺ ഹാപ്പി ആയിട്ടിരുന്നു. ചേട്ടാ ഇച്ചിരി നേരം കാണാനിരുന്നപ്പോൾ അവനായിട്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് പള്ളിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഇന്ന് കാഴ്ചവെപ്പും കാര്യങ്ങളൊക്കെ കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചേക്കുന്നതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു വലിയതാണ് എന്നാൽ ചെറിയൊരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണേ. ഇനി നമ്മൾ നേരെ പള്ളിയിലോട്ടാണ് കേട്ടോ പോകുന്നത്. കാഴ്ചയെത്തി കുർബാനയൊക്കെ കാര്യങ്ങളെ കാഴ്ചവെപ്പൊക്കെ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡാഡി എടുത്ത് ഫോൺ കൊടുത്തു. എനിക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്നെ തന്നെ ഒന്ന് ഓർപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ സ്വാതന്ത്ര്യത്തിൻ്റെ സമയം ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം പള്ളി ഡെക്കറേഷൻ ചെയ്ത സമയമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ വൈകുന്നേരം കുർബാന ആയതുകൊണ്ട് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. നമ്മൾ സാവധാനത്തിൽ കുർബാനയൊക്കെ കൂടി. കുട്ടന്മാർ നല്ല കളിയിലായിരുന്നു കേട്ടോ. അപ്പോൾ അവന്മാർ രാവിലത്തെ കുർബാനയൊക്കെ കൂടിയതാണ്, അവന്മാരുടെ 2ാമത്തെ കുർബാനയാണ് കേട്ടോ. അങ്ങനെ കൂടി നമ്മൾ കുറേ നേരമൊക്കെ കഴിഞ്ഞിട്ട് ഇനി വീട്ടിലോട്ട് തിരിച്ചു പോകും കേട്ടോ. പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു അവിടുന്ന് നമ്മുടെ കൃപാസനത്തിൽ നിന്ന് വാങ്ങിച്ച രൂപം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അതൊക്കെ കാണിച്ചിട്ടാണ് കേട്ടോ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.